ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് അധിക ദിവസവും നമുക്ക് എന്തെങ്കിലും ഒരു ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ടാവും അല്ലേ? ഓരോ ആളുകൾ പറയുന്നത് ആപ്പ് നല്ലതാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം, ഈ ആപ്പുകളിൽ ഒരു പകുതി ശതമാനവും നമ്മൾ പിന്നീട് ഉപയോഗിക്കാറില്ല. അതിന് പ്രധാനപ്പെട്ട കാര്യം ഇത് അത്രത്തോളം യൂസ്ഫുൾ ആയിരിക്കില്ല എന്നുള്ളതാണ്. അത് നമ്മൾ അറിയാതെ ചെയ്യുന്നതിന് പകരം നമ്മൾ ഇനി എന്ത് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തും ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ. അതിലേക്ക് നമുക്ക് നല്ലൊരു പണി കിട്ടും. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന 3 കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ഈ ആപ്പുകൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹോം പേജ് തന്നെ കാണാം, കുറേ അധികം ആപ്ലിക്കേഷൻസ് കാണാം അല്ലേ? ഈ ആപ്ലിക്കേഷൻസ് നമ്മൾ ഭാഗം പോലും ഉപയോഗിക്കുന്നുണ്ടാവില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ യൂസ്ഫുൾ ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ അറിയാത്ത രീതിയിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ടാണ്, ഇൻസ്റ്റാൾ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞുതരാൻ പോകുന്ന 3 കാര്യങ്ങൾ നിങ്ങളൊന്ന് വളരെ ശ്രദ്ധിക്കുക. അതിനാദ്യം ചെയ്യേണ്ടത്, നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇനി മുതൽ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഏതൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്യാറുണ്ട്, അതായത് ഇന്നൊരു ആപ്ലിക്കേഷൻ. ഇപ്പോൾ ഇവിടെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, ഒരു മ്യൂസിക് പ്ലെയർ, ഏതെങ്കിലും ഒരു മ്യൂസിക് പ്ലെയർ നമുക്ക് വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ സാധാരണ എന്താണ് ചെയ്യുന്നത്, മ്യൂസിക് പ്ലെയർ നമ്മൾ ഇവിടെ സെർച്ച് ബാറിൽ കൊടുക്കും, നമ്മൾ സെർച്ച് ചെയ്യുന്നു. സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ പല ടൈപ്പ് മ്യൂസിക് പ്ലെയർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യും, നേരെ ഇവിടെ ഇൻസ്റ്റാൾ ബട്ടൺ കാണും, നേരെ നമ്മൾ എന്ത് ചെയ്യും, അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യും. അങ്ങനെയാണ് പതിവ്. പക്ഷേ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്, വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ സാധാരണ പ്ലേ സ്റ്റോറിൽ കയറുക, മ്യൂസിക് പ്ലെയർ എന്നാണ് വേണ്ടതെങ്കിൽ മ്യൂസിക് പ്ലെയർ കൊടുക്കുക. അതിനുശേഷം ഇവിടെ തൊട്ട് താഴെ തന്നെ നമുക്ക് കാണാം, ഇവിടെ റേറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ റേറ്റിംഗിലുള്ള ആ ഒരു ഡ്രോപ്പ് ഡൗൺ നേരോട്ടോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം ഓൾ എന്നുള്ള ബട്ടൺ കാണാം, ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിലാണ് നമ്മൾ സാധാരണ നിൽക്കുക. നമ്മൾ അതല്ല ചെയ്യേണ്ടത്. ഇവിടെ 4.5 റേറ്റിംഗിൽ വരെ കാണിക്കുന്നുണ്ട്, 4, 4.5. എപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള 4.5ലേക്ക് മാറ്റിയാൽ കണ്ടില്ലേ, ആ ആപ്പ് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ 4.5 റേറ്റിംഗിലുള്ള ആപ്പ് ആവുന്ന സമയത്ത് നമുക്ക് വളരെയധികം വിശ്വസിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി മുതൽ കാണുന്നത് 4.5 റേറ്റിംഗിലാണ്. ഇനി നമുക്ക് 2 കാര്യങ്ങളോട് നമ്മൾ ശ്രദ്ധിക്കാണ്ട് ഞാൻ അത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇവിടെ 4.5 വന്നു, അതിനുശേഷം നമ്മൾ ഏത് ആപ്ലിക്കേഷനാണോ വേണ്ടത് അതൊന്ന് നമ്മൾ പ്രസ് ചെയ്യാം. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുൻപ് രണ്ടാമത് നോക്കേണ്ടത് ഇവിടെ ഡാറ്റ സേഫ്റ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അതായത് നമുക്ക് എത്രത്തോളം ഡാറ്റ സുരക്ഷിതമാണ് എന്നുള്ളത് അവരിവിടെ പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. നമ്മളുടെ ഡാറ്റ എല്ലാം ഇവർ അടിച്ചു കൊണ്ടുപോകോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കുക. പിന്നെ 4.5 കാണിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ കാണിക്കുന്ന റിവ്യൂസ് കണ്ടില്ലേ, റിവ്യൂസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കാം. ചിലതെല്ലാം അവർ തന്നെ ഇടുന്ന റിവ്യൂസ് ഉണ്ടാവും, പക്ഷേ ഈ 4.5 റേറ്റിംഗിൽ വരുന്ന റിവ്യൂസ് എല്ലാം ഏകദേശം എല്ലാം നല്ല റിവ്യൂസ് തന്നെ ആയിരിക്കും. ഇതേപോലെ തന്നെ നമുക്ക് മറ്റേതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ കൂടി നമ്മൾ ഒന്ന് കാണിച്ചു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, എങ്കിലേ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കറക്റ്റായിട്ട് ഉപയോഗിക്കാതെ മനസ്സിലാവുള്ളൂ. ഇത് നമുക്ക് രണ്ടാമതായിട്ട് നമുക്കൊരു യൂണിവേഴ്സൽ TV റിമോട്ട്, ഒരു TV റിമോട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത്, മൊബൈലിൽ ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ സെർച്ച് ബാറിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4.5 റേറ്റിംഗിലേക്ക് മാറ്റി. ഇത് പലർക്കും അറിയാത്തതാണ്, അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഞാൻ ആപ്ലിക്കേഷൻസ് ചെയ്യാൻ വേണ്ടി. ഇവിടെ നമുക്ക് ഒരു റിമോട്ടിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്, 4.5 ആണ് ഇതിൻ്റെ റേറ്റിംഗ് വരുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഡാറ്റ സേഫ്റ്റി നോക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന റിവ്യൂസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഒരു 4-5 റിവ്യൂ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇനി മുതൽ എല്ലാവരും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കുക. ഇനി മുതൽ നിങ്ങൾ മൊബൈലിലേക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യാം. ഇതുപോലുള്ള നല്ല ഉപകാരപ്പെട്ട അടിപൊളി വീഡിയോസാണ് എല്ലാ ദിവസവും ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായി വരുന്നവരെ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.